Warriors of faith are people who did not deny Christ even though they were subjected to persecution and died as martyrs. പീഡനങ്ങൾ സഹിച്ച് രക്തസാക്ഷികളായി തീർന്ന മനുഷ്യരെ കുറിച്ച് എന്താണ് പറയുന്നത്? No, the faith warriors, they did not deny Christ, they were persecuted and died as martyrs. വിശ്വാസവീരന്മാർ അവർ യേശുവിനെ നിഷേധിച്ചില്ല, അവർ രക്തസാക്ഷികളായി പീഡനം സഹിച്ചു മരിച്ചു. അവരെ കുറിച്ച് ചോദിക്കുന്നത്. But nowhere in the Bible anyone suffered for Christ by not taking medicine. എന്നാൽ വേദപുസ്തകത്തിൽ മരുന്ന് കഴിക്കാതെ കർത്താവിന് വേണ്ടി ആരെങ്കിലും കഷ്ടം സഹിച്ചതായിട്ട് എഴുതിയിട്ടില്ല. No one stayed sick and suffered and didn't take medicine and suffered for Christ. ആരെങ്കിലും ദീർഘനാൾ രോഗിയായി കിടന്ന് മരുന്ന് കഴിക്കാതെ യേശുവിന് വേണ്ടി കഷ്ടം സഹിച്ചു മരിച്ചു എന്ന് എഴുതിയിട്ടില്ല. Why is this doctrine then taught? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വിധത്തിലുള്ള ഉപദേശം ഇപ്പോൾ പഠിപ്പിച്ചു വരുന്നു? I can speak to you 1 hour and give an answer. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് 1 മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാൻ കഴിയും. But I want to shrink it as much as possible. എന്നാൽ ഇതിനുള്ള ഉത്തരം പരമാവധി ചുരുക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. This doctrine of divine healing is not for everyone. ഈ ദൈവിക രോഗശാന്തിയുടെ ഉപദേശം എല്ലാവർക്കും ഉള്ളതല്ല. That's why it cannot be written openly in the Bible. ആകയാൽ അത്രേ ഇത് വ്യക്തമായിട്ടും വെളിയരംഗമായിട്ടും അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. It has to be hidden and written. അത് മറച്ചു വെച്ച് എഴുതിയിരിക്കുന്നു. Now there are so many difficult teachings in the Bible. വേദപുസ്തകത്തിൽ കടുപ്പമേറിയതായ ചില ഉപദേശങ്ങളുണ്ട്. Supposing in the Bible Genesis 1:1 was thou shalt not take medicine. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ നീ മരുന്ന് കഴിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ Genesis 1:2 is thou shalt not wear jewelry. 2-ാം വാക്യത്തിൽ നീ ആഭരണങ്ങൾ ധരിക്കരുത്. Genesis 1:3 thou shalt not have watched television. ഉൽപ്പത്തി പുസ്തകം 1:3 ടെലിവിഷൻ കാണരുത്. Genesis 1:4 thou shalt not have worldly friends. ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകരുതെന്ന് 4-ാം വാക്യത്തിൽ. What would be the result? അങ്ങനെയെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ അതിന്റെ എല്ലാം പരിണിത ഫലം എന്തായിരിക്കും? You won't find any Christians in the world. ലോകത്തിൽ ഒരു ക്രിസ്ത്യാനികളെയും കാണുകയില്ല. All will read Genesis 1-4 and so I don't want Christianity. 1 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് ശേഷം എല്ലാവരും പറയൂ, ഓ ക്രിസ്ത്യാനിത്വത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല. So God can't say everything openly. ആകയാൽ ദൈവത്തിന് എല്ലാ വിഷയങ്ങളും പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. So it is there but it is not there. അവിടെ ഉണ്ട്, അപ്പോൾ തന്നെ അതില്ല താനും. So it is hidden and written. അത് മറച്ചു വെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. So this doctrine has to be revealed by revelation. ഈ ഉപദേശം വെളിപ്പാടിലൂടെയാണ് അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. Now the question is, nobody in the Bible, nowhere is it written that people without taking medicine stayed sick and died. ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരിടത്തും ആരെങ്കിലും ദീർഘനാൾ രോഗിയായി കിടന്ന് അങ്ങനെ കഷ്ടം സഹിച്ച് മരിച്ചിട്ടില്ല മരുന്ന് കഴിക്കാതെ. It's not written. അങ്ങനെ എഴുതിയിട്ടില്ല. So the doctrine is wrong, is it? അങ്ങനെയെങ്കിൽ ആ ഉപദേശം തെറ്റാണോ? It's not like that. അതങ്ങനെയല്ല. Ask it in this way. മറ്റൊരു വിധത്തിൽ ചോദിക്കുക. Has anyone in the Bible among the saints taken medicine and survived? വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശുദ്ധന്മാർ മരുന്ന് കഴിച്ച് ജീവനോടിരുന്നിട്ടുണ്ടോ? No. അങ്ങനെയില്ല. So both are there. So you can't establish a doctrine by asking a question like this. രണ്ട് പ്രകാരത്തിലും അതവിടെ കാണുന്നു. ആകയാൽ ഏതെങ്കിലും രീതിയിലുള്ള വിധത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചൊരു ഉപദേശം തെറ്റാണെന്ന് സമർത്ഥിപ്പാൻ കഴിയില്ല. What is the origin of medicine? മരുന്നിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അഥവാ ഉത്ഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, I again told you I can talk 1 hour about this. I'll just tell you one point and stop. 1 മണിക്കൂർ വേണമെങ്കിൽ പറയാം, എന്നാൽ ഒരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. The starting point of medical healing is not nature, is not the leaves in the jungle, it's the devil. മരുന്നിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സ്വാഭാവികമായ കാട്ടിൽ നിന്നോ മറ്റും ഉൽപ്പാദിപ്പിച്ചതായ മരുന്നുകളല്ല, പിന്നെയോ അത് പൈശാചികമായ രീതിയിൽ ഉത്ഭവിച്ചതാണ്. Some people say, God gave man wisdom. Man used that wisdom and discovered so many things in medicine also. So what's wrong? So God only gave medicine. ചിലരിങ്ങനെ പറയുന്നവരുണ്ട്, ദൈവം മനുഷ്യന് ജ്ഞാനം കൊടുത്ത് ആ ജ്ഞാനം ഉപയോഗിച്ച്
രോഗികളായി തീരുമ്പോൾ മരുന്നുകൾ കണ്ടുപിടിച്ച് ആ മരുന്നുകൾ ഉപയോഗിച്ച് മനുഷ്യൻ ജീവനോടിയിരിക്കുന്നു. അതിൽ തെറ്റെന്താ? So God gave medicine. ദൈവമാണ് മരുന്ന് കൊടുത്തത്. How God gave man wisdom. ദൈവം മനുഷ്യന് ജ്ഞാനം കൊടുത്തു. So with that wisdom, man is picking other people's pockets in the bus, robbing computers, creating viruses in the computers. So God made viruses. God is picking other people's pockets. Is that right? ദൈവം കൊടുത്ത ജ്ഞാനം ഉപയോഗിച്ച് മനുഷ്യൻ മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കുന്നു. അതുമാത്രമല്ല, കമ്പ്യൂട്ടറുകളിൽ കൃത്രിമം ചെയ്ത് വൈറസുകൾ പ്രവേശിപ്പിച്ച് അങ്ങനെ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. So God made viruses, is it? അതുകൊണ്ട് ദൈവമാണോ വൈറസ് ഉണ്ടാക്കിയത്? So God is picking other people's pockets in the bus, is it? ദൈവമാണോ മറ്റുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കുന്നത്? God gave wisdom to man, correct. ദൈവം മനുഷ്യന് ജ്ഞാനം കൊടുത്തത് ശരിയാണ്. But man can use it in many ways, destructive also. എന്നാൽ ഈ ദൈവം കൊടുത്ത ജ്ഞാനം വിവിധ നാശകരമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താം. How did medicine come? മരുന്നിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? What I'm going to tell you now, I'm telling you from the Encyclopedia Britannica. ഞാനിപ്പോൾ പറയുന്ന ഉത്തരം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ നിന്നുള്ളതാണ്. There was a magician in the 1st or 2nd century in the time of Jesus. യേശുവിന്റെ കാലത്തിന് ശേഷം ഒന്നാം നൂറ്റാണ്ടിലോ 2ാം നൂറ്റാണ്ടിലോ ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. He had healing powers. അദ്ദേഹത്തിന് സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടായിരുന്നു. His name was Asclepius. അദ്ദേഹത്തിന്റെ പേര് അസ്ക്ലിപ്പിയസ് എന്നായിരുന്നു. He was also called Asclepius. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു, ആസ്കുലേപ്യസ് എന്നുള്ള. So these were the names he was called by. ഇങ്ങനെയുള്ള രണ്ട് പേരിനാൽ അറിയപ്പെട്ടിരുന്നു. When he died, they made him into a god. When he died, they made him into a god. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു ദൈവത്തിന്റെ പരിവേഷം കൊടുത്തു. And they made many temples in his name. അദ്ദേഹത്തിന്റെ നാമത്തിൽ അനേക ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. Because he had healing powers when he was alive, sick people came to his temple after he died. അദ്ദേഹത്തിന് ജീവിച്ചിരുന്നപ്പോൾ സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ രോഗികളായവർ വരുവാൻ തുടങ്ങി. So in the temple many beds used to be laid. ആ ക്ഷേത്രത്തിൽ രോഗികൾക്കായിട്ട് അനേക കിടക്കകൾ ക്രമീകരിച്ചിരുന്നു. And the compound was like a garden. അതിന്റെ ആ ക്ഷേത്രത്തിന്റെ പരിസരം അതിന് ഒരു ഗാർഡൻ പോലെയായിരുന്നു. Sick people will come and lie on the beds. രോഗികളായിരിക്കുന്നവർ വന്ന് ഈ കട്ടിലിൽ കിടക്കുകയോ ചെയ്യും. And these priests will go and give counsel or give counsel to these patients. ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ അവിടെ വന്നിട്ടുള്ളതായ രോഗികളുടെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി വരുന്നു. In the night, in a dream, Asclepius will appear to them and many of them would be healed and go back. രാത്രിയിൽ സ്വപ്നത്തിൽ അനേകർക്ക് ഈ ആസ്ക്ലിപ്പിയോസ് എന്ന പേരുള്ള ആ വ്യക്തി അവരുടെ ദർശനത്തിലൂടെ വെളിപ്പെട്ട് സൗഖ്യമാക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. So in the encyclopedia there is a title, Roots of Western Medicine, History of Western Medicine. എൻസൈക്ലോപീഡിയ തന്നെ ഇങ്ങനെയുള്ളൊരു ഭാഗവുമുണ്ട്, പാശ്ചാത്യ മരുന്നുകളുടെ അല്ലെങ്കിൽ വൈദ്യത്തിന്റെ വേര് എന്നുള്ളൊരു ഭാഗം. The first sentence is, the transition from magic to science took many centuries. അതിന്റെ പരിഭാഷ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മാന്ത്രിക വിദ്യയിൽ നിന്ന് മരുന്നിലേക്ക്, അത് അനേക ശാസ്ത്രത്തിലേക്ക്, അനേക പരിണാമത്തിലൂടെയാണ് ആ ശാസ്ത്രത്തിലേക്ക് പരിണമിച്ചത്. So the encyclopedia is saying today's medicine, modern medicine, is a transition from magic to science. എൻസൈക്ലോപീഡിയയിൽ പറയുന്നു, ആധുനിക മരുന്ന് എന്നുള്ളത് മാന്ത്രിക വിദ്യയിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായതാണ്. And in those articles it's written, I told you about the temple of Asclepius, it's written, these temples are hospitals. അതിനുശേഷം അതിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആസ്ക്ലിപ്പിയസിന്റെ ക്ഷേത്രമെന്ന്, ആ ക്ഷേത്രങ്ങൾ തന്നെ ആശുപത്രികളായി തീർന്നു. See, the priests became the doctors, the beds are the hospital beds, and just a hospital atmosphere with gardens around. In every hospital you have that. ആ ക്ഷേത്രത്തിൽ പുരോഹിതന്മാരായിരുന്നവർ ഡോക്ടർമാരായി തീർന്നു. മാത്രമല്ല ആശുപത്രികൾ, അവിടെ പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു. ഇന്ന് കാണുന്നത് പോലെ ആശുപത്രിയിൽ കിടക്കുകളും പൂന്തോട്ടങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. So when you go to hospital, when you fall sick, you're not just going for some scientific medical treatment, you're going to the temple of Asclepius. അങ്ങനെ നിങ്ങൾ രോഗികളായി തീരുമ്പോൾ ശാസ്ത്രീയമായ ഒരു സൗഖ്യത്തിന് വേണ്ടി അല്ല പോകുന്നത്, ആ അസ്ക്ലിപ്പിയസിന്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. I'll give you 2 proofs for that. അതിന് 2 തെളിവുകൾ നൽകാൻ കഴിയും. How many of you have seen
either on a hospital or in an ambulance van or in a doctor's seal, how many of you have seen a rod with a snake revolving around it? നിങ്ങൾ എത്ര പേർ ആശുപത്രിയിലോ ആംബുലൻസിലോ ഒരു ഡോക്ടറിന്റെ ചിഹ്നത്തിലോ ഒരു വടിയിൽ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതായിട്ടുള്ള ചിഹ്നം എത്ര പേർ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? Put up your hands. So many of you. Okay. അനേകരും കണ്ടിട്ടുണ്ട്. You know what that is? ആ ചിഹ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Not the serpent that Moses lifted up in the wilderness. മരുഭൂമിയിൽ മോശെ ഉയർത്തിയതായ സർപ്പമല്ല. Even doctors don't know what I'm going to tell you. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ഡോക്ടർമാർക്ക് പോലും അറിയില്ലായിരിക്കാം. But I got it from the English dictionary. എനിക്കത് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നിന്നാണ് കിട്ടിയത്. It's called the staff of Asclepius. അത് ആസ്ക്ലേപ്പിയസിന്റെ വടി. The name Asclepius means serpent, snake. ആസ്കലേപ്പിയസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം സർപ്പം എന്നാണ്. Now let me ask you, why did that symbol come to the hospital? Why is it there even today? ഈ അടയാളം ഇന്നുള്ള ആശുപത്രികളിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? When a doctor goes for his convocation, he has to take an oath. It's called the oath of Hippocrates. ഒരു ഡോക്ടർ തന്റെ പഠിത്തം കഴിഞ്ഞ് അവിടെ നിന്ന് ജയിച്ചു വരുന്നതിന് മുമ്പായിട്ട് താൻ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. It's called the oath of Hippocrates. അതിന് ഹിപ്പോക്രറ്റീസിന്റെ പ്രതിജ്ഞ എന്നാണ് പറയുന്നത്. Hippocrates is the name of a Greek person. ഒരു ഗ്രീക്കുകാരന്റെ പേരാണ് ഹിപ്പോക്രറ്റീസ്. In that oath, the doctor has to swear by Asclepius. I swear by Asclepius. It's written there. പഠിച്ചു വരുന്ന ഡോക്ടർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആസ്ക്ലേപ്പിയസിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയണം. Why? എന്തുകൊണ്ട്? Modern science. Why swear by Asclepius? ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ചു വരുന്ന വ്യക്തി ആസ്ക്ലേപ്പിയസിന്റെ നാമത്തിൽ എന്തിന് ശപഥം ചെയ്യണം? So it's not science. അത് ശാസ്ത്രമല്ല. The starting point is magic. അതിന്റെ ഉത്ഭവസ്ഥാനം മാന്ത്രിക വിദ്യയാണ്. The devil is behind it. പിശാചന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. Our forefathers may not have known all these things, but thank God, God has revealed the truth to them. നമ്മുടെ പൂർവികന്മാർക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല, എങ്കിലും സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. The sixth question. ആറാമത്തെ ചോദ്യം. The food we eat also has medicinal values, helping us to have immunity. Then why is medicine restricted? നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ചിലതിനൊക്കെയും സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മറ്റു മരുന്നുകളും കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? Having food that strengthens the body is not wrong, but if there is some healing property in a particular food and you eat that food for healing, that's wrong. സ്വാഭാവികമായിട്ട് കഴിച്ചു വരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതായ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റില്ല. എങ്കിലും ഏതെങ്കിലും ഒരു ഭക്ഷണപദാർത്ഥത്തിന് മരുന്നിന്റേതായ ശക്തി, പ്രത്യേക സിദ്ധി ഉണ്ടെങ്കിൽ അത് മരുന്നായിട്ട് കഴിക്കുന്നത് ശരിയല്ല. If your body is hot and you have buttermilk, that's not wrong. The buttermilk doesn't heal your heat. ഉഷ്ണപ്രകൃതമുള്ള ശരീരമുള്ളവർക്ക് മോര് കുടിക്കുന്നത് നല്ലതായിരിക്കും. If you have a sore throat and you have hot water, that's not wrong, because hot water is not going to heal the cold. It only keeps your cold from getting worse. തൊണ്ടയ്ക്ക് അസുഖമുള്ളവര് ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. തണുപ്പ് വെള്ളം കുടിച്ചാൽ ഒരുപക്ഷെ ആ തൊണ്ടയുടെ അസുഖം വർദ്ധിക്കും. But if someone comes and tells me, have this food, immediately a cold will go. Don't have it. ആരെങ്കിലും വന്ന് പറയുകയാണ് ജലദോഷമുണ്ട്, ഈ പ്രത്യേക കുറിക്കപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ ഈ ജലദോഷം അല്ലെങ്കിൽ തൊണ്ടയുടെ അസുഖം മാറുമെന്ന് പറഞ്ഞാൽ അതൊരു മരുന്നെന്നുള്ള രീതിയിൽ അത് കഴിക്കരുത്. This is not medicine. It's only natural things, only food items. You crush this, crush that, crush this, crush that, and mix it together and have it. You'll be healed. അങ്ങനെ ചിലർ പറയും അതൊന്നും മരുന്നല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചെടികളും മറ്റുമാണ്, വേരുകളും മറ്റുമാണ്, അതെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും. Don't have that. That's medicine. അങ്ങനെ പറയുന്നത് കഴിക്കരുത്, അത് മരുന്നാണ്. Next question. അടുത്ത ചോദ്യം. Some servants of God preached about living a very simple life without the luxuries of the world. ചില സുവിശേഷ വേലക്കാർ ഒരു ലളിതമായ ലോകത്തിന്റെ ആഡംബരങ്ങളൊന്നും കൂടാതെയുള്ള ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരാണ്. But today many servants of God and believers are living a life with all the luxuries of this world. എന്നാൽ ഇന്ന് അനേക സുവിശേഷ വേലക്കാരും വിശ്വാസികളും ഈ ലോകത്തിലുള്ളതായ
സകല ആഡംബരങ്ങളോടും കൂടി ജീവിച്ചു വരുന്നു. Why is this found in our church? നമ്മുടെ സഭയിൽ ഇவ்விധത്തിൽ എന്തുകൊണ്ട് കാണപ്പെടുന്നു? Now when you speak of luxuries, I want to divide that into two categories. ആഡംബരം എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. One is necessary luxury. ഒന്ന് ആവശ്യമായിരിക്കുന്ന ആഡംബരം എന്ന് പറയാം. The other is unnecessary luxury. മറ്റേത് അനാവശ്യമായ ആഡംബരം. For example, you take necessary luxury. ഉദാഹരണമായിട്ട് ആവശ്യമായ ആഡംബരത്തെ കുറിച്ച് ചിന്തിക്കാം. Many servants of God have cars today. അനേക സുവിശേഷ വേലക്കാർക്ക് ഇന്ന് കാറുണ്ട്. But if you look at our pastors 30-40 years ago, all used to go only in a cycle. എന്നാൽ 30-40 സംവത്സരം മുമ്പുള്ള പാസ്റ്റർമാരൊക്കെയും സൈക്കിളിലാണ് യാത്ര ചെയ്തു പോകുന്നത്. Today if our pastors come visiting to your house in cycle, then you will have pastors coming to your house only once in 2 years. ഇന്ന് സൈക്കിളിൽ പാസ്റ്റർമാർ നിങ്ങളുടെ ഭവനത്തിൽ സന്ദർശനമായിട്ട് വരുന്നുവെങ്കിൽ 1-2 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരാൻ കഴിയൂ. So with the ministry expanding and people expanding, we need faster modes of transport. ശുശ്രൂഷ, നമ്മുടെ വേല വിശാലമായി, ജനങ്ങൾ അധികമായി, നമുക്കിന്ന് വേഗത്തിൽ സഞ്ചരിച്ചു പോകാൻ പറ്റുന്നതായ സൗകര്യങ്ങൾ ആവശ്യം. So to move from a cycle to a car is not wrong. It's a necessary luxury. ഒരു സൈക്കിളിൽ നിന്ന് കാറിലേക്ക് എത്തിച്ചേർന്നത് അത് തെറ്റല്ല, അത് അങ്ങനെ അനാവശ്യമായ ആഡംബരവുമല്ല. But I also admit there are some unnecessary luxuries. അപ്പോൾ തന്നെ അനാവശ്യമായ ആഡംബരമുണ്ട് എന്ന് സമ്മതിക്കുന്നു. So you do one thing, you pray for us. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Pray that we'll also start living a simple life. ഞങ്ങളും അങ്ങനെയുള്ള ഒരു ലളിത ജീവിതം നയിപ്പാൻ ഇട ഉണ്ടാകട്ടെ.